ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരനുഗ്രഹീതമായ വാഗ്ദത്തവും ആ വാഗ്ദത്തത്തിനു വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണമെന്നും യെരൂശലേമിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് ലഭിക്കും, ഇത് ലഭിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത് എന്ന യേശുവിൻ്റെ കൽപ്പനയുമൊക്കെ 1-ാം അധ്യായത്തിൽ കാണാം. ഇതേ വാഗ്ദത്തം കർത്താവായ യേശുക്രിസ്തു മുൻകൂട്ടിയും മുന്നമേയും പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. 3 വാഗ്ദത്തത്തെക്കുറിച്ച് അവിടെ കാണാം. അതിൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പിതാവിനോട് ചോദിച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ഞാൻ അയക്കുമെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന ആശ്വാസ വചനങ്ങളാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശീകരണത്തിന് മുൻപാണ്. ഇത് കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ഒന്നുകൂടെ ആ വാഗ്ദത്തം ആവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, കർത്താവിന് എന്തുമാത്രം കൺസേൺ, എന്തുമാത്രം വിചാരം തൻ്റെ ജനത്തോടുണ്ട് എന്നുള്ളത് നാം അറിയണം. ദൈവം എന്തുമാത്രം മനുഷ്യനെക്കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കണം. കാരണം കർത്താവിന് അറിയാം, താൻ ഒരു ഐഹികമായ രാജ്യമല്ല സ്ഥാപിക്കാൻ വന്നത്, പകരം ഒരാത്മീയ രാജ്യമാണ്. ഈ ആത്മീയ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രൈസ് ദി ലോർഡ് പോരാടുന്ന അന്ധകാര ശക്തികൾ ഉണ്ട് എന്ന് യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. അതിനെ അതിജീവിക്കുവാൻ ശാരീരികമായ ബലം പോരാ. ശാരീരികമായ ബലം കൊണ്ട് ഈ യുദ്ധത്തിൽ ഇവർ ജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ആത്മീയ യുദ്ധത്തിന് ആത്മീയ ശക്തി ആവശ്യമുണ്ട്. ആ ആത്മീയ ശക്തി എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിനാൽ ആ ശക്തി പ്രാപിക്കുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ഈ പോർക്കളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാവൂ എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ യേശു ആ വാഗ്ദത്തത്തെക്കുറിച്ച്, വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വിശദീകരിച്ചു പറയുന്ന പദമാണല്ലോ ധ്യാന ചിന്തയിൽ നാം എടുത്തത്. അവിടെ ഇങ്ങനെയാണ് യേശു പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒന്നാമതായി നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 1-ാമത്തെ അനുഗ്രഹം എന്നുള്ളത് നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നുള്ളത്. ഈ ശക്തി എന്ന പദം അധികാരം എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേവലം ഒരു ശക്തിയല്ല, അതോറിറ്റിയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പൈശാചികൻ അല്ലെങ്കിൽ പിശാച് സ്തോത്രം അധികാരം എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന്
വിടുവിക്കുവാൻ തക്ക ഒരു അതോറിറ്റി ഇവരുടെ മേൽ കൈമാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു അതോറിറ്റി കൈമാറിയിട്ടുണ്ട്. എന്നാൽ ആ അതോറിറ്റി എക്സസൈസ് ചെയ്യുവാനുള്ള ശക്തിയാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും അതോറിറ്റിക്ക് സ്തോത്രം അത് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരാധികാരികമായ ശക്തി ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു ശക്തിയായിട്ട് ഇതിനെ കാണരുത് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് സ്തോത്രം ആ ശക്തി നിങ്ങളുടെ മേൽ വരും എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ് ആത്മീയ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലമല്ല, പകരം ആത്മാവിൻ്റെ ശക്തി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം. ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം നോക്കണം, ഇതുവരെ ഇവരിൽ ഭൂരിഭാഗം ആളുകളും മുക്കുവരായ ആളുകളാണ്, സാധാരണക്കാരായ ആളുകളാണ്. അതിനകത്ത് ഒരല്പം കൂടെ ഗ്രേഡ് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സ്തോത്രം ചുങ്കക്കാരായ മത്തായിയോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എരിവുകാരനായ ഇസ്കരിയാത്തോ യൂദ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ മുക്കുവരും സാധാരണ സ്തോത്രം പഠിപ്പുള്ളവരോ അല്ലെങ്കിൽ വേണ്ടത്ര കാര്യപ്രാപ്തിയുള്ളവരൊന്നുമല്ല. ഇവരുടെ ഡ്രസ് കോഡ് പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം യേശു പടകിലേക്ക് കയറുമ്പോൾ സ്തോത്രം വസ്ത്രം ഇല്ലാതിരുന്നതുകൊണ്ട് പത്രോസ് കടലിലേക്ക് തൻ്റെ ആ ബോട്ടിൽ നിന്ന് കടലിലേക്ക് ചാടിയെന്ന. അപ്പോൾ നോക്കണം, വേണ്ടത്ര വസ്ത്രം ധരിക്കുന്നവരല്ല, വേണ്ടത്ര സംസ്കാരമുള്ളവരല്ല ഇവർ മുക്കുവരാണ്, സാധാരണക്കാരാണ്. നമ്മുടെ നാട്ടിലൊരു ഭാഷ പറയും, ഇവൻ വളർന്നാൽ എത്ര വളരും. സ്തോത്രം, എത്രത്തോളം ഭാഷാ പാണ്ഡിത്യം ഇവർക്കുണ്ട്. ആ സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ സദൂക്യരുടെ കൂട്ടോ അല്ലെങ്കിൽ സ്തോത്രം ശാസ്ത്രിമാരുടെ കൂട്ടോ പരീശന്മാരുടെ കൂട്ടോ വചന നിപുണതകളുള്ളവരൊന്നുമല്ല ഇവർ. അപ്പോൾ ഒരു രീതിയിലും ഒരു സ്തോത്രം ഒരു വിശാലതയ്ക്ക് യാതൊരു സാധ്യതയും ഉള്ളൊരു കമ്മ്യൂണിറ്റി അല്ല. ഗലീലിയയിൽ വളർന്നവരാണിവർ. ഇവർ ഗലീലിയൻസ് എന്ന് പറഞ്ഞാൽ, ഗലീലിയക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ആ സ്തോത്രം യഹൂദന്മാരുടെ ഇടയിൽ സ്തോത്രം ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവർ സ്തോത്രം ഇരുട്ടിൽ കിടക്കുന്നവരെന്ന, അല്ലെങ്കിൽ ജ്ഞാനികളായ ആളുകളല്ലവർ. അതുകൊണ്ടാണ് നിക്കോദിമോസ് ഒരു ചോദ്യം ചോദിച്ചത്. സ്തോത്രം ഹല്ലേലൂയ, ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽക്കുമോ? അങ്ങനെ ഒരു സാധ്യത ഇല്ല. നസ്രയത്തിൽ നിന്നൊരു പ്രവാചകൻ വരികയില്ല, ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ വരികയില്ല. കാരണം അങ്ങനെ ഒരു വെളിച്ചമുള്ളതോ വെട്ടമുള്ളതോ ഒരു സ്ഥലമല്ല സ്ഥലം. അത് ഹീരാൻ രാജാവിന് സ്തോത്രം ശലോമോൻ സ്തോത്രം വെറുതെ കൊടുത്തതാണ് ഗലീല. എന്നിട്ട് ഗലീല കണ്ടിട്ട് ഹീരാൻ പറഞ്ഞു, സഹോദര നീ എനിക്ക് ഇതാണോ തന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പോലെ സ്തോത്രം ഒരു സ്തോത്രം ഒരു ഫലഭൂഷ്ടമായ സ്ഥലമായിട്ട് പോലും അതിനെ കാണാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടുത്തെ ആളുകൾ ആരാണ്? സ്തോത്രം അതിൽ വളർന്ന ആരാണ്? അവരുടെ സംസ്കാരങ്ങൾ ഇതെല്ലാം കണക്ക് കൂട്ടിയാൽ സ്തോത്രം ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ ശമരിയ അല്ല സ്തോത്രം ഹല്ലേലൂയ യെരൂശലേമിൽ പോലും ഒരു പ്രസിദ്ധി ഉള്ളവരാകാൻ സാധ്യതയുള്ളവരല്ല ഇവർ. യെരൂശലേമിൽ പോലും പൊങ്ങി വരാൻ സാധ്യതയില്ല. കാരണം ഇവരിൽ ആരും തന്നെ വലിയ സ്വാധീനമോ സഭാപരമായോ രാഷ്ട്രീയപരമായോ ഒരു സ്വാധീനമുള്ള ആളുകളല്ല ഇവർ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പകൽക്കാലം പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാനാണ്. ഇവർ സ്തോത്രം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തുവാൻ കേവലം യെരൂശലേമിൽ പോലും പ്രസിദ്ധി ആർജിക്കുവാൻ കഴിവുള്ളവരല്ല. അവരോട് യേശു പറയുന്ന പദമാണ് സ്തോത്രം പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ പരിധികളെ മറികടന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ പരിധികളെയും ഒക്കെ മറികടപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അറ്റം വരെ നിങ്ങളെ എത്തിക്കും ഈ പരിശുദ്ധാത്മാവ്.
ഓ ജീസസ്, ഹല്ലേലൂയ. ശക്തി തരിക മാത്രമല്ല, അന്ധകാര ശക്തികളോട് ഹല്ലേലൂയ അവയെ ജയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ശക്തി നിങ്ങളുടെ മേൽ വരും. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിൻ്റെ അറ്റം വരെ നിങ്ങളെ എത്തിക്കും എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം വാക്കായി പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ഇടപെടുവാണ്ടയായി തന്നത്. പ്രൈസ്. അങ്ങനെ ഒരു സാധ്യത ഇവരിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ സമയങ്ങൾക്ക് അല്ലെങ്കിൽ പറവാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവജനമേ സ്തോത്രം, നീ ആരാണ് സ്തോത്രത്തിൻ്റെ ക്വാളിറ്റിയോ നിൻ്റെ കഴിവോ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം നിൻ്റെ പരിധികളെയും മറികടത്തുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ഈ വാഗ്ദത്തത്തെ ഹല്ലേലൂയ സ്തോത്രം നീ സ്വീകരിക്കണം, നീ കാത്തിരിക്കണം, അത് നീ പ്രാപിക്കണം. അത് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, അത് നിന്റെ മേൽ ഹല്ലേലൂയ നിനക്ക് ലഭിച്ചു കഴിയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് നീ ആയിരിക്കുന്ന പരിധികളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിൻ്റെ അറ്റം വരെ നിന്നെ അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുവാനിടയായിട്ടുള്ളത്. നല്ലൊരു പ്രസംഗം പറയുവാൻ, നല്ല 2 വാക്ക് പറയുവാൻ, നല്ല ഒരു ഡ്രസ്സ് ഇടുവാൻ, നല്ല ഒരു സ്ഥാനത്തിരിക്കുവാൻ ഒന്നും കഴിവുള്ളവരല്ലായിരുന്നു ഇവർ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ എത്തിച്ച സ്ഥലങ്ങളെക്കുറിച്ച് വരുന്ന ദിവസങ്ങൾ വീണ്ടും നമുക്ക് ചിന്തിക്കാൻ അവസരമുണ്ടെങ്കിൽ ചിന്തിക്കാൻ ദൈവമക്കളെ സ്തോത്രം. യെരൂശലേമിൽ തന്നെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും ഉന്നതമായ ആ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ അവരെ എത്തിച്ചത് ഈ പരിശുദ്ധാത്മാവല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാളിക മുറിക്കകത്തേക്ക് കയറി ചെല്ലുവാൻ ഇവരിൽ ആർക്ക് യോഗ്യതയുണ്ടായിരുന്നു? എന്നാൽ ഇന്ന് പകൽക്കാലം കേൾക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ പരിധികളെ മറികടത്തിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ നിന്നെ സ്തോത്രം ഹല്ലേലൂയ വിശാലതയിൽ എത്തിക്കുമെന്നുള്ളത് ഈ വചനം വെച്ച് ജനത്തെ ഉറപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങ് ഹല്ലേലൂയ ശിഷ്യഗണത്തിന് വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ പരിധികളെയും എനിക്കറിയാമെന്ന് മനസ്സിലാക്കുകയും കർത്താവ് അവരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇന്ന് നിങ്ങൾ പരിമിതികളെ കൊണ്ട് പരിധികൾ നിശ്ചയിച്ച് വട്ടം വരച്ചിരിക്കുന്നിടത്തു നിന്ന് വിശാലതയിൽ പരിശുദ്ധാത്മാവെ കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തം അവരെ ബോധ്യപ്പെടുത്തിയത് കർത്താവെ ഞങ്ങൾ വായിച്ചു, ധ്യാനിച്ചു. കർത്താവെ, അതേ കർത്താവെ സ്തോത്രം. ഈ വചനം ചിലരെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ അന്ധകാര ശക്തികളുടെ മേൽ അധികാരം എക്സസൈസ് ചെയ്യുവാനുള്ള അവകാശം ലഭിക്കുകയും മാത്രമല്ല ഹല്ലേലൂയ പരിമിതികളെ ഹല്ലേലൂയ സ്തോത്രം മറികടന്ന് കർത്താവേ ഹല്ലേലൂയ വലിയ വിശാലതയിൽ ലഭിക്കുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ആ മേഖലയിലേക്ക് ജനത്തെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഈ വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്ക് ആജ്യമച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തെ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.